ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് പഴങ്ങളെക്കുറിച്ച് പഠിക്കാം. ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ഫ്രൂട്ട്സിൽ നിറയെ വിറ്റമിൻസും മിനറൽസും ഒക്കെയുണ്ട്. അതൊക്കെ നമ്മളെ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആയിട്ട് വളരാനും അസുഖങ്ങളൊന്നും വരാതിരിക്കാനും സഹായിക്കും. അതുകൊണ്ട് ഫ്രൂട്ട്സിനെ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് പറയുന്നത്. മാംഗോ, മലയാളത്തിൽ മാങ്ങ. മാങ്ങ പഴങ്ങളുടെ രാജാവാണ്. മാംഗോയിൽ നിറയെ വിറ്റമിൻ എ, സി ഇവയൊക്കെയുണ്ട്. ഇതെന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ കാഴ്ചശക്തി കൂടാൻ സഹായിക്കും, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കൂടാൻ സഹായിക്കും. അതേപോലെ ഇതിലുള്ള ഫൈബർ ദഹനത്തിന് സഹായിക്കും, ഡൈജഷൻ എളുപ്പമാക്കും. ബനാന, മലയാളത്തിൽ വാഴപ്പഴം. ബനാന, യെല്ലോ ഫ്രണ്ട്സ്. ബനാനയുടെ ഷേപ്പ് എന്താണ് കൂട്ടുകാരെ? ക്രസൻറ്റ് ഷേപ്പാണ്. ബനാന ഒരു എനർജി ബൂസ്റ്ററാണ്. പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും. കളിക്കാൻ പോകുന്നതിനൊക്കെ മുമ്പ് എന്താണ് കഴിക്കേണ്ടത് കൂട്ടുകാരെ? ഒരു ബനാന. ഓറഞ്ച്. ഓറഞ്ച് ഒരു നിറവുമാണ്, ഒരു ഫ്രൂട്ടുമാണ്. ഓറഞ്ചിൽ നിറയെ വിറ്റമിൻ സി ഉണ്ട്. അത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓറഞ്ചിൽ നിറയെ വാട്ടർ കണ്ടന്റുമുണ്ട്. ആപ്പിൾ. ആപ്പിൾ നിരവധി നിറങ്ങളിലുണ്ട് അല്ലേ കൂട്ടുകാരെ? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ആപ്പിൾ വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതെന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ആപ്പിളിൽ 25% എയർ ആണ്. അതുകൊണ്ടാണ് അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഗ്രേപ്സ്, മലയാളത്തിൽ മുന്തിരി. ഗ്രേപ്സ് റെഡ് കളറുണ്ട്, പർപ്പിൾ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട് അല്ലേ കൂട്ടുകാരെ? ഉണങ്ങിയ ഗ്രേപ്സിന് എന്താ പറയുന്നത്? റൈസിൻസ്. ഗുവാവ, മലയാളത്തിൽ പേരയ്ക്ക. ഒരു ഗുവാവയിൽ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിൽ കൂടുതൽ വിറ്റമിൻ സി ഉണ്ട്. ഗുവാവയിലുള്ള ഫൈബർ നമ്മളുടെ ടമ്മി ഹെൽത്തിയായി വെക്കുന്നു. പൊമഗ്രാനേറ്റ്, മലയാളത്തിൽ മാതള നാരങ്ങ. പൊമഗ്രാനേറ്റിനെ നമ്മൾ പറയുന്നത് റൂബി റെഡ് ജുവൽസ് എന്നാണ്. കാരണം എന്താണ് കൂട്ടുകാരെ? അതിൻ്റെ ഷേപ്പും റൂബി റെഡ് കളറും ഉണ്ട് അല്ലേ? മാതള നാരങ്ങയിൽ നിറയെ സീഡ്സ് ഉണ്ട്. അതിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ? ആറിൽസ് പറയും. പൈനാപ്പിൾ, മലയാളത്തിൽ കൈതച്ചക്ക. പൈനാപ്പിളിൻ്റെ മുകളിലുള്ള പ്ലാന്റിന് പറയുന്ന പേരെന്താണ് കൂട്ടുകാരെ? ക്രൗൺ. മറ്റു ഫ്രൂട്ട്സിനെ പോലെ പൈനാപ്പിളിന് സീഡില്ല. സീഡ്ലെസ് ഫ്രൂട്ടാണ് പൈനാപ്പിൾ. വാട്ടർമെലൺ, മലയാളത്തിൽ തണ്ണിമത്തൻ. വാട്ടർമെലൺ ബിഗ് ഫ്രൂട്ടാണ് അല്ലേ കൂട്ടുകാരെ? ഔട്ട്സൈഡ് ഗ്രീൻ കളറും ഇൻസൈഡ് റെഡ് കളറുമുള്ള ഫ്രൂട്ടാണ് തണ്ണിമത്തൻ. വാട്ടർമെലണിൽ വളരെയധികം വാട്ടർ കണ്ടന്റ് ഉണ്ട്. അത് നമ്മളുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആയി വെക്കും. പപ്പായ, മലയാളത്തിൽ ഓമയ്ക്ക, കപ്പളങ്ങ എന്നൊക്കെ നമ്മൾ പറയും. പപ്പായ ഓറഞ്ച് കളർ ഫ്ലഷും ബ്ലാക്ക് സീഡ്സുമുള്ള ഒരു ഫ്രൂട്ടാണ്. പപ്പായയിൽ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉണ്ട്. ജാക്ക് ഫ്രൂട്ട്, മലയാളത്തിൽ ചക്ക. ചക്ക ലോകത്തിലെ ഏറ്റവും വലിയ ട്രീ ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ചക്കയിൽ മറ്റു പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നതിൽ കൂടുതൽ പ്രോട്ടീനുമുണ്ട്. പിയർ, മലയാളത്തിൽ സബർജില്ലി. പിയർ സാധാരണയായി 3 നിറങ്ങളിലാണ് ഉള്ളത്: ഗ്രീൻ കളർ, യെല്ലോ കളർ, റെഡ് കളർ. ചിക്കു, മലയാളത്തിൽ സപ്പോട്ട. ചിക്കു ബ്രൗൺ കളറുള്ള ഫ്രൂട്ടാണ് വിത്ത് ബ്ലാക്ക് സീഡ്സ്. സ്ട്രോബെറി ഹാർട്ട് ഷേപ്പിലുള്ള ഫ്രൂട്ടാണ്. റെഡ് ജ്യൂസി സ്ട്രോബെറീസ്. ഇൻസൈഡ് അല്ല, ഔട്ട്സൈഡിലാണ് സ്ട്രോബെറീസിൻ്റെ സീഡ്സ് ഉണ്ടാവുക. സ്ട്രോബെറീസ് ആർ റിച്ച് ഇൻ വിറ്റമിൻ സി. നമ്മൾ സ്ട്രോബെറി കേക്ക് കഴിക്കാറുണ്ട്, ഐസ്ക്രീം കഴിക്കാറുണ്ട്, ജാം കഴിക്കാറുണ്ട് അല്ലേ? ലെമൺ,
നാരങ്ങ. നാരങ്ങ നമുക്ക് എല്ലാവർക്കും അറിയാം, യെല്ലോ കളറിലുള്ള ഫ്രൂട്ടാണ്. റിച്ച് ഇൻ വിറ്റമിൻ സി. നമ്മൾ എല്ലാ ദിവസവും നാരങ്ങ വെള്ളം, ലെമൺ ജ്യൂസൊക്കെ കുടിക്കാറുണ്ട് അല്ലേ കൂട്ടുകാരെ? കസ്റ്റേർഡ് ആപ്പിൾ, മലയാളത്തിൽ സീതപ്പഴം. കസ്റ്റേർഡ് ആപ്പിൾ ഔട്ട്സൈഡ് ഗ്രീൻ കളറും ഇൻസൈഡ് വൈറ്റ് കളറിലുള്ള ഫ്ലഷുമാണ്. അവയുടെ സീഡിൻ്റെ കളർ ബ്ലാക്ക് കളറാണ്. കസ്റ്റേർഡ് ആപ്പിൾ. ചെറി. ചെറി ചെറിയ റൗണ്ട് ഫ്രൂട്ടാണ്. സാധാരണയായി റെഡ് കളറിലാണ് കാണുന്നതെങ്കിലും യെല്ലോ കളർ ചെറിയും ഉണ്ട്. ബ്ലൂബെറി. ബ്ലൂ കളറിൽ റൗണ്ട് ഷേപ്പിലുള്ള ഫ്രൂട്ടാണ് ബ്ലൂബെറി. ബ്ലൂബെറി ഒരു സൂപ്പർ ഹെൽത്തി ഫ്രൂട്ടാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ബ്രെയിൻ ബെറീസ്. കാരണം അവയ്ക്ക് നമ്മളുടെ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്.